രണ്ട് സംശയങ്ങളാണ് സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവുക. ഒന്നിത് പോലീസ് സ്റ്റേഷൻ ഉള്ളിലുള്ള ആ ഊഞ്ഞാലല്ലോ, ആ ഊഞ്ഞാലിട്ടിരിക്കുന്നത് സ്റ്റേഷന്റെ പുറത്തല്ലേ, അപ്പോൾ പബ്ലിക്കിലാണാമല്ലോ, ഇപ്പം പബ്ലിക്കല്ലേ എന്നൊരു ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നു. പക്ഷേ അത് മാത്രമല്ല, അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ആ ചിത്രങ്ങളൊക്കെ പ്രചരിക്കാൻ ഇടയായി. സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടിക്ക് നീക്കം? റാഹിസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനുള്ള തീരുമാനമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തിട്ടുള്ളത്. അത് ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നമ്മൾ നിൽക്കുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് AR ക്യാമ്പിലേക്ക് അവരെ മാറ്റുകയായിരിക്കും ചെയ്യുക. ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ കോൺസ്റ്റബിൾ റാങ്കിലുള്ള ആളുകളാണ് കൂടുതലും ആ 6 പേരിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ IP ബിനു അടക്കമുള്ള ആളുകൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടും അവരെ തടയുകയോ ഒപ്പിട്ടതിനു ശേഷം അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയോ ചെയ്തില്ല എന്നത് പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി വരിക. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. ഇതിൽ ഇവിടുത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന R പ്രശാന്തിന് അറിവോട് കൂടിയാണ് ഓണാഘോഷത്തിൽ ഇവർ പങ്കെടുത്തത് എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. R പ്രശാന്തിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പൊതുസ്ഥലം മാറ്റത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. ഈ ഓണാഘോഷം നടക്കുന്ന ശനിയാഴ്ച അദ്ദേഹത്തിന്റെ യാത്രയപ്പ് കൂടിയായിരുന്നു. ഓണാഘോഷവും ഉണ്ടായിരുന്നു, ഒപ്പം യാത്രയപ്പ് കൂടിയായിരുന്നു. അദ്ദേഹം ശനിയാഴ്ച തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് റിലീവ് ചെയ്തിട്ടുണ്ട്. തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ല, ഓണത്തിന് ശേഷം പോകും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം റിലീവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ നടപടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നടപടി എടുക്കുക തിരുവനന്തപുരം റേഞ്ച് IG ആയിരിക്കും എന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അല്പസ്വല്പ രാഷ്ട്രീയം കൂടിയുണ്ട്. ഒന്ന്, ED കേസിലെ പ്രതികളെന്ന് പറയുന്നതെല്ലാം CPMന്റെ ഇവിടുത്തെ നേതാക്കളാണ്. IP ബിനു പാളയം ലോക്കൽ സെക്രട്ടറിയാണ്. ആറ്റുകാൽ ഉണ്ണി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ്. R പ്രശാന്ത് എന്ന ഈ മ്യൂസിയം പോലീസിന്റെ ചുമതലക്കാരൻ പോലീസിലെ ഇടത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ആയിരുന്നു. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് അതിവേഗം നടപടിയെടുക്കും എന്ന് ഉറപ്പായിരുന്നു. ആ നടപടിയെടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ റാഹീസ്, നമ്മുടെ ഊഞ്ഞാലാടുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പബ്ലിക്കിന് ആ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടാമോ? അരുൺകുമാർ, അത് അങ്ങനെ ചോദിച്ചാൽ ഇത് സത്യത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1-2 ബൈക്ക് ആ കാർ പോർച്ചിൻ്റെ ഭാഗത്ത് വെക്കാം എന്ന് കഴിഞ്ഞാൽ മുറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ്. അത് റോഡാണ്. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഗേറ്റും കോമ്പൗണ്ടും എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് മുമ്പിലേക്ക് വരുന്നത് ഇത് റോഡാണ്. ഇവിടെ തൊട്ട് റോഡാണ്, സാധാരണ ആളുകൾ നടന്നു പോകുന്ന റോഡാണ്. ഇതാ ഇവിടെയായിരുന്നു പൂക്കളം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ റോഡിലായിരുന്നു പൂക്കളം വെച്ചിരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു, അത് മാറ്റി. അതിനപ്പുറത്തത് ഊഞ്ഞാലാടിയത് ഈ മരത്തിലായിരുന്നു ഊഞ്ഞാല്. ഈ കാണുന്ന കൊമ്പിലാണ് ഊഞ്ഞാല് കെട്ടിയിരുന്നത്. അതും റോഡിലാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, അതും റോഡിലാണ്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൂരെ കാണുന്നതാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികളൊക്കെ ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് മ്യൂസിയം ആണെങ്കിൽ നേരെ ക്യാമറ ഇപ്പുറത്തെ വശത്തേക്ക് ചലിപ്പിച്ചാൽ കാണുന്നത് കനകക്കുന്ന് മ്യൂസിയം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു പാർക്കൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ടെക്നിക്കലായി പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അകത്ത് നടന്ന ഓണാഘോഷത്തിലല്ല ഈ പ്രതികൾ പങ്കെടുത്തത്, പുറത്താണ് അതിൻ്റെ സ്ഥലമുള്ളത്. പക്ഷേ അതിനകത്ത് മറ്റു പ്രശ്നമുണ്ട്. ഇവിടെ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്നത് പോലീസുകാരുടെ ഊഞ്ഞാലാണ്. അവരുടെ കാശ് കൊണ്ട് മേടിച്ച് കെട്ടിയ, അവരുടെ ഓണാഘോഷത്തിന് കെട്ടിയ ഊഞ്ഞാലാണ്. റോഡിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നത്. അവിടെ പൂക്കളം ഇട്ടതും അവരാണ്. അതിൽ ED കേസിലെ പ്രതികളായ ആളുകൾ പങ്കെടുത്തതിലെ ഒരു അനൗചിത്യം കൂടിയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ആ പ്രതികളായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 10 മണിക്ക് ഒപ്പിടാൻ വരണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശമുള്ളത്. 10 മണിക്ക് തന്നെ എല്ലാ പ്രതികളും എത്തും. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെയാണ് ഒപ്പിടേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ R പ്രശാന്ത് സ്വാഭാവികമായിട്ട് ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനാണ്. അദ്ദേഹം സ്റ്റേഷനിൽ അപ്പോഴില്ലായിരുന്നു. ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ വെറുതെ നിൽക്കേണ്ടി വന്നു. വെറുതെ നിൽക്കേണ്ടി കണ്ടപ്പോൾ ഒരു ഊഞ്ഞാല് കണ്ട് ആടി
ഇവിടെ അത്തപ്പൂക്കൾ ഇടുന്ന കണ്ടു. Okay. അതിന്റെ ഭാഗമായി ചെണ്ട കൊട്ടാൻ ചേട്ടന്മാർ വന്നു, അറിയാവുന്ന ചേട്ടന്മാരും മേടിച്ചങ്ങ് വെറുതെ ഊഞ്ഞാൽ കാണാനും സമയം കളയാൻ വേണ്ടി ഊഞ്ഞാലിക്ക് ഒരു ഊഞ്ഞാലാണരുത്, ആ ഊഞ്ഞാലിട്ട് ആരൊക്കെയാണ് എന്നുള്ളതിന് ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഊഞ്ഞാലിൽ കയറി ഊഞ്ഞാലാണരുതേ എന്നുള്ളതാണ്. അതുപോലെ ഓണമല്ലേ, അതിനകത്തൊരു ഓണത്തിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ പാവം പോലീസുകാർക്കെതിരെ നടപടി വരും, സ്റ്റേഷൻ ഡ്യൂട്ടി നിന്നൊക്കെ മാറ്റി നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്ര സീരിയസ് ആക്കാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്നലെ IPPനും ഒക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് ഞാൻ പീഡന കേസിലോ പിടിച്ചുപറി കേസിലോ കൊലപാതക കേസിലോ പ്രതിയൊന്നും അല്ലല്ലോ, ED യെ ആക്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കേസിലെ പ്രതിയല്ലേ എന്നാണ് അവരൊക്കെ പറഞ്ഞത്.